ചേരുമ്പോൾ അനുമോദം നമുക്കറിയാമല്ലോ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ അടക്കം കോൺഗ്രസിനകത്ത് ഒരു ഘട്ടത്തിലുണ്ടായ പൊട്ടിത്തെറികൾ അത് വലിയ തോതിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തു. അത് മുന്നണികൾക്കകത്ത് ഘടകകക്ഷികളെ അതൃപ്തി ഉണ്ടാക്കി. അപ്പോഴുമൊക്കെ മുസ്ലിം ലീഗ് ഒരു സംയമനം പാലിച്ചു. ഏതെങ്കിലും തരത്തിൽ മുന്നണിയെ അപകടത്തിൽപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ ലീഗിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നത് ശ്രദ്ധേയമായിരുന്നു. ഇപ്പോഴും ഇതാ ലീഗിൽ ഒരു പക്ഷേ ആഭ്യന്തരമായ ചർച്ചകൾ നടക്കുന്നുണ്ടാകാം. ഭൂരിപക്ഷം ലഭിച്ചാൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയേക്കാം, കൂടുതൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടേക്കാം. പക്ഷേ അതൊന്നും പരസ്യമായി പ്രകടിപ്പിക്കുകയോ പുറത്തേക്ക് വരികയോ ചെയ്യുന്ന സാഹചര്യമില്ല. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം ലീഗിൽ നിന്ന് മന്ത്രിമാർ ആകാനുള്ള സാധ്യതകൾ ആരുടേത് എന്ന വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചതാണ്. പക്ഷേ അതിൽ പോലും ഒരു പരസ്യ പ്രതികരണത്തിന് ആരും തയ്യാറായില്ല. അത് നമ്മൾ ആ പാർട്ടിയിൽ നിന്ന് ആഭ്യന്തരമായി ശേഖരിച്ച വിവരമാണ്. അത് തന്നെയാണല്ലോ ലീഗ് ഇപ്പോഴും പറയുന്നത്. ഇതൊക്കെ പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യണം, ആഭ്യന്തരമായി ചർച്ച ചെയ്യണം. അത് പരസ്യമായി ഇങ്ങനെ അലക്കുന്നത് ഒട്ടും അനുയോജ്യമല്ല എന്ന് പറയുമ്പോൾ അത് ലീഗിൻ്റെ ഒരു അതൃപ്തി കൂടിയല്ലേ വ്യക്തമാക്കുന്നത്? കോൺഗ്രസിലെ ഉള്ളിലുള്ള അതൃപ്തിയും അവരുടെ സ്ഥാനമോഹത്തെ തുടർന്നുള്ള ചർച്ചകളും അതേപോലെ ഗ്രൂപ്പ് പ്രശ്നങ്ങളൊക്കെ എല്ലാ കാലത്തും ലീഗിനെ അലോസരപ്പെടുത്തിയ കാര്യമാണ്. പല ഘട്ടങ്ങളിലും ലീഗ് അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. നേതാക്കൾ സംയമനം പാലിക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ലീഗ് പലപ്പോഴും നടത്തിയിട്ടുണ്ട്. അതായത് UDFനെ അതിൻ്റെ കെട്ടുറപ്പിൽ കൊണ്ടുപോകുന്നതിന് ലീഗിന് വലിയൊരു പങ്കുണ്ട്. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ആഭ്യന്തരമായിട്ടുള്ള വിഷയമാവട്ടെ കോൺഗ്രസിൻ്റെ, പക്ഷേ അത് മുന്നണിക്ക് നാണക്കേടുണ്ടാകുന്ന തരത്തിൽ സാഹചര്യം മാറുമ്പോൾ ലീഗ് ഇടപെടാറുണ്ട്. ലീഗ് ഇടപെടുന്നത് അത് ആദ്യമായിട്ടല്ല. ഇപ്പോഴും അതേ നിലപാട് തന്നെയാണ് ലീഗ് സ്വീകരിച്ചിരിക്കുന്നത്. അനുചിതം എന്ന കൃത്യമായ വാക്കാണ് ലീഗ് നേതൃത്വം ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അനുചിതമാണിത്. ലക്ഷക്കണക്കിന് പ്രവർത്തകർ പൊരുവേലത്ത് UDFന് വേണ്ടി കഷ്ടപ്പെട്ട് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ സ്ഥാനമോഹത്തിന് വേണ്ടി പരസ്യമായി പ്രതികരണം നടത്തുന്നത് അനുചിതമാണെന്ന് ലീഗ് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള നിലപാട് തന്നെയാണത്. ഇതിൽ ഇനി പരസ്യ പ്രതികരണം വേണ്ട. കോൺഗ്രസിന് ആഭ്യന്തരമായിട്ട് എന്തും ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് ഒരു പരസ്യമായ വിഴുപ്പലക്കലിന്, പരസ്യമായിട്ട് പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് നീങ്ങാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ലീഗ് നൽകുന്നത്. ലീഗിനെ സംബന്ധിച്ച് ഇതിൽ നിലപാടുണ്ട്. ലീഗിൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായ സമയത്ത് ലീഗ് അറിയിക്കുകയും ചെയ്യും. നിലവിൽ തന്നെ ലീഗിനെ സ്വാധീനിക്കാൻ പല നേതാക്കളും ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം AP അനിൽകുമാർ KC വേണുഗോപാലിൻ്റെ വിഷയത്തിൽ സംസാരിക്കാൻ തന്നെയാണ് ലീഗ് നേതൃത്വത്തെ കണ്ടതെന്നാണ് വിലയിരുത്തുവാൻ. അങ്ങനെ എല്ലാ നേതാക്കളും അവരുടേതായ രീതിയിൽ ലീഗിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ ഒരു ഘട്ടം കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ലീഗിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാനാകൂ എന്ന തിരിച്ചറിവുള്ളവരാണ്. രമേശ് ചെന്നിത്തലയാവട്ടെ, VD സതീശനാവട്ടെ, ശശി തരൂരാവട്ടെ, ഇവരൊക്കെ തന്നെ പല ഒരു പാണക്കാട് കൂടിക്കാഴ്ചകൾ, നിർണായക ഘട്ടങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലീഗിനെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരസ്യമായിട്ടുള്ള പ്രസ്താവനകൾ അത് മുന്നണിക്ക് അനുചിതമാണെന്ന് ലീഗ് തുറന്നു പറയുന്നത്. സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ വാക്കിന് കോൺഗ്രസ് വില കൊടുക്കേണ്ടി വരും, വില കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നവരേക്കെങ്കിലും ഒരുപക്ഷെ വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് വേണം കരുതുവാൻ. ലീഗിനെ സംബന്ധിച്ച് ആദ്യം വേണ്ടത് വിജയിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മറ്റു കാര്യങ്ങൾ. ലീഗിൻ്റെതായ ആവശ്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും അവരത് കൃത്യമായ സമയത്ത് നേടിയെടുക്കുകയും ചെയ്യും. കാരണം ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനത്തിന് 5-ലേറെ മന്ത്രിസ്ഥാനം അർഹതയുണ്ട് എന്നാണ് ലീഗ് പറയുന്നത്. അവകാശം എന്നല്ല, അർഹതയുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ലീഗ് അവരുടെ ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനോടുകൂടി ഏത് നേതാക്കൾ ആഭിമുഖ്യം കാണിക്കും, പെരുമാറുമെന്നുള്ളതും ഈ വിഷയത്തിൽ വരുന്ന ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് പ്രധാനമായിട്ടും കാരണമാകുന്നൊരു കാര്യമാകും. എന്താണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഈ ഒരു വിലപേശലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ പരാമർശങ്ങളൊക്കെ അനുചിതമെന്ന് തന്നെ ലീഗ് വിശേഷിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വം അത് ഗൗരവമായി തന്നെ ഉൾക്കൊള്ളും എന്ന് വേണം കരുതുവാൻ. അഭിലാഷ്. യെസ്, ഇതാണ് ലീഗിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം. ഡാൻ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇതിപ്പോൾ പരസ്യമായ പ്രസ്താവനകളിൽ ചിലപ്പോൾ ഇളവുകൾ ഉണ്ടായേക്കാം. പക്ഷേ കോൺഗ്രസിൽ എപ്പോഴും ഇത്തരം ചർച്ചകൾ നടക്കാറുണ്ടല്ലോ. ഇപ്പോൾ തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്ന 2 പ്രധാന നേതാക്കളുണ്ട്. അതിലൊന്ന് രമേശ് ചെന്നിത്തലയും മറ്റൊന്ന് VD സതീശനുമാണ് എന്ന് നമുക്കറിയാം. ലീഗ് പോലും പറഞ്ഞു വെച്ചത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആൾ മുഖ്യമന്ത്രിയാകുന്നത് കേരളത്തിൽ പുതുമയൊന്നുമുള്ള ഒന്നല്ല, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ പലപ്പോഴായി നമ്മളത് കണ്ടിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ ആ സാധ്യതകളുണ്ടെങ്കിൽ അതും ആയിക്കൊള്ളട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ ലീഗ് പറഞ്ഞു വെക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതിനിടെ പല നേതാക്കളും ഡൽഹിക്ക് പോകുന്നുണ്ട്, പല കൂടിക്കാഴ്ചകളും നടക്കുന്നുണ്ട്. അത്തരം നീക്കങ്ങളും ഒരു ശക്തിപ്രകടനമോ അത്തരം നീക്കങ്ങളും ഒക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും സ്ഥാനാർത്ഥി നിർണയ സമയത്തടക്കം കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച തെരഞ്ഞെടുപ്പിന് ശേഷവും വോട്ടെണ്ണലിന് മുമ്പ് ഇനിയും ഉണ്ടാകും എന്ന് വേണമോ പ്രതീക്ഷിക്കേണ്ട?
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.